നമ്മൾ ആഗ്രഹിച്ചതല്ല. നമ്മൾ പിന്നീട് തിന്നാരുടെ മകനായി ജനിക്കണമെന്ന് തീരുമാനിച്ച് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഈ ഭൂമിയിലെ വാസം 70 80 ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് 120 വയസ്സ് വരെയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, മരിച്ചു പോകും. സാധാരണയായി നമ്മളെല്ലാം പറയുന്ന ഒരു പദമാണ് മരിച്ചുപോയി. എങ്ങോട്ട് പോയി, എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ പലർക്കും വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഇന്ന് മനുഷ്യർക്കുള്ളത്. എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ ഒത്തിരി ആൾക്കാരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളവരെല്ലാം പലരും പല മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലര് പറയുന്നത് ഇപ്രകാരമാണ്: നല്ലവരായി ജീവിക്കുന്നവർ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കാറുണ്ട്, നല്ലവരായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അധികം ആൾക്കാരും പറയാറുണ്ട്, നല്ലവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. തീർച്ചയാണ്, ബൈബിൾ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ആരും പോകില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സ്വർഗം ദൈവത്തിന്റെ ദാനമാണ്. അത് പാരമ്പര്യമായി ലഭിക്കുന്നതല്ല, പണം കൊടുത്തു വാങ്ങാനും പറ്റുന്നതല്ല. ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി സൗജന്യമായി ഒരുക്കിയ സ്ഥലമാണ്, വാസസ്ഥലമാണ് സ്വർഗം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ നിത്യതയോടുകൂടെ ഈ ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനിൽ പാപമുണ്ടായതോടുകൂടിയാണ് മരണം ലോകത്തിലേക്ക് വന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യനിൽ കുടികൊള്ളുകയാണ്. ഇന്ന് ജനിച്ചു വീണ എല്ലാവരും പാപം മുഖാന്തരം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടും, മരിച്ചു പോകും. എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പോകുന്ന വഴി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് തൊടുപുഴയ്ക്ക് പോകണമെങ്കിലോ, പാലായിക്ക് പോകണമെങ്കിലോ, കട്ടപ്പനയ്ക്ക് പോകണമെങ്കിലോ, എറണാകുളത്തിന് പോകണമെങ്കിലോ എങ്ങോട്ട് പോകാനും വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. ഇന്ന് മനുഷ്യൻ പല വഴികളിലൂടെ സഞ്ചരിച്ച എല്ലാ വഴിയും സ്വർഗത്തിൽ ചെന്നെത്തും എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് യേശു കർത്താവ് വളരെ വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ സ്വർഗത്തിൽ എത്തുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗം ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനമെന്ന് ഞാൻ പറയുന്നത്? മനുഷ്യരെല്ലാവരും പാപിയായി തീർന്നു. പാപിയായി തീരാൻ കാരണം നമ്മൾ പാപം ചെയ്തത് കൊണ്ടല്ല, പാപിയായി തീർന്നത് കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു. ഞാനും നിങ്ങളും പാപം ചെയ്യുന്നതിന്റെ പിന്നിൽ നമ്മൾ പാപം ചെയ്തത് കൊണ്ട് പാപിയായതല്ല, പാപിയായി തീർന്നത് കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു. പാപം മനുഷ്യരിൽ എവിടെയാണ് വസിക്കുന്നത്? സാധാരണ ആൾക്കാർ പറയുന്നു ഹൃദയത്തിലാണ് എന്ന് പറയാറുണ്ട്. അതൊരു പകുതി ഭാഗം ശരിയാണ്. മനുഷ്യന്റെ ഹൃദയം ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടുള്ളത് കൊണ്ട് ഹൃദയം മാറ്റിവെക്കാൻ പറ്റും. എന്നാൽ ഹൃദയം മാറ്റിവെച്ചാൽ മനുഷ്യൻ പാപിയല്ലാതായി തീരുമോ? ഇല്ല. മനുഷ്യനിൽ പാപം കുടികൊള്ളുന്നത് മനുഷ്യന്റെ രക്തത്തിലാണ്. അതുകൊണ്ട് എന്റെ പിതാവിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചത് കൊണ്ട് ഞാൻ പാപിയായി തീർന്നു. എന്നിൽ നിന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവരും പാപികളായി മാറി. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളായി തീർന്നിരിക്കുകയാണ്. മനുഷ്യനിൽ കുടികൊള്ളുന്നത് അവന്റെ രക്തത്തിലാണ് പാപം വസിക്കുന്നത്. എന്റെ രക്തമൂറ്റപ്പെട്ടെങ്കിൽ മാത്രമേ എന്റെ പാപം പരിഹരിക്കപ്പെടുകയുള്ളൂ. രക്തമൂറ്റപ്പെട്ടാൽ ജീവൻ രക്തത്തിലാണ് കുടികൊള്ളുന്നത്. മനുഷ്യന്റെ രക്തമൂറ്റിയാൽ മരണം നിശ്ചയമാണ്. എന്നാൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപപരിഹാരത്തിനു വേണ്ടി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കപ്പെട്ടു. ഇന്നേക്ക് 2024 വർഷം മുമ്പ് മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി
ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ രക്തം വാർന്ന് യേശുക്രിസ്തുവിന്റെ രക്തം ഊറ്റപ്പെട്ടു. ആ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി ഈ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. അതാണ് സുവിശേഷം. ഈ നിത്യജീവൻ സൗജന്യമായി ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ സന്ദേശത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ആയിരിക്കുന്നത്. ദൈവ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദേശവാസികളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന മനുഷ്യന് ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത് വാക്യം വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവര്, ദൈവം സ്നേഹിച്ചത് കൊണ്ട് ആ സ്നേഹത്തിന്റെ വിലയായിട്ട് തന്റെ ജീവനെ തന്ന് നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. നമുക്ക് മക്കളുള്ള മാതാപിതാക്കന്മാർ അവരുടെ മക്കളെ കുറിച്ച് വളരെ നല്ല ലക്ഷ്യത്തോടെ അവരെ വിദ്യാഭ്യാസം ചെയ്യുന്നു. അതിനുവേണ്ടി നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ കഷ്ടപ്പെടുവാനല്ല, അവർക്ക് സന്തോഷകരമായ അഭിവൃദ്ധിയുള്ള വിജയകരമായ ഒരു ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവം തമ്പുരാൻ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷകരമായ സമാധാനപൂർണമായ അഭിവൃദ്ധിയുള്ള ഒരു ജീവിതമാണ്. അതിന് ബൈബിളിൽ തെളിവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത് വാക്യത്തിന്റെ 2-ാം ഭാഗം ഇങ്ങനെ പറയുന്നു: യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധി ഉണ്ടാകുവാനുമാണ്. യേശു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. എന്തൊക്കെ സമൃദ്ധി ഉണ്ടാകണം? സന്തോഷ സമൃദ്ധി ഉണ്ടാകണം, സമാധാന സമൃദ്ധി ഉണ്ടാകണം. ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആരോഗ്യകരമായ ഭൗതികമായ സമൃദ്ധി ഉണ്ടാകണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർക്കും ഈ കാര്യത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ആരോഗ്യകരമായ അനുഭവമില്ല, സമൃദ്ധിയുടെ അനുഭവമില്ല. കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ പാപിയാണ്. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. ഈ അകൽച്ചയുടെ പരിണിത ഫലങ്ങളാണ് ആകുല ചിന്ത, അസ്വസ്ഥത, ജീവിത ലക്ഷ്യമില്ലായ്മ, നിരാശ എന്ന് വേണ്ട ഒട്ടുവളരെ പാപ സ്വഭാവം മനുഷ്യനിൽ കുടികൊള്ളാൻ കാരണം മനുഷ്യൻ പാപം ചെയ്തു. പാപത്തിൽ നിന്ന് മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. പാപം മനുഷ്യനെയും തമ്മിൽ അകറ്റുകയാണ്. നോക്കുക, നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൂടെ എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. മാതാപിതാക്കന്മാർ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കന്മാരെ കൊല്ലുന്നു എന്ന് വേണ്ട വളരെ അനീതിയും അക്രമങ്ങളും അസ്വസ്ഥതകരമായ ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? പാപമാണ്. ഈ അകൽച്ച നികത്തുവാൻ മനുഷ്യന്റെ തീർത്ഥാടനങ്ങൾക്കോ നോയമ്പുകൾക്കോ പ്രാർത്ഥനകൾക്കോ പരിഹാരമാകുന്നില്ല. അതിന് തന്നെ ദൈവം തന്നെ പരിഹാരമൊരുക്കി. അതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ പ്രത്യേകത. ദൈവം തന്നെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനുള്ള മാർഗമൊരുക്കി. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാതാവായിരുന്ന വിശുദ്ധ കന്യാമറിയത്തോട്
ദൈവദൂതന്മാർ പറഞ്ഞ പ്രസ്താവന ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന പേരിടണം. യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ പാപമോചകൻ എന്നാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കണ്ട മാത്രയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് ഒരു യാഗമായി തീരാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസൃഷ്ടിയായ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം ഇന്നേക്ക് 2024 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ യേശു കർത്താവിന്റെ ബലിമരണത്തിലൂടെ മനുഷ്യവർഗത്തിന് സൗജന്യമായി ഈ രക്ഷ ഒരുക്കി. 2024 ഒക്ടോബർ മാസം 23 ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഇതെങ്ങനെ സ്വന്തമാക്കാൻ പറ്റും? അതാണ് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ പറയുവാൻ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറയാനുള്ള കാരണം. ഇന്നേക്ക് 2024 വർഷം മുമ്പ് യേശു കർത്താവിന്റെ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി ഈ രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന് ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാമത് വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുന്നതോടുകൂടി യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾക്ക് ഈ രക്ഷ, ഈ സൗജന്യമായി നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് പറയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ മൈശിഷ്ടവുമായി നിങ്ങളുടെ വീടിന്റെ സമീപം നിന്നുകൊണ്ട് ഈ സന്ദേശം പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെയും ജീവിതത്തിൽ നിരാശയോടും പ്രയാസത്തോടും കഷ്ടതയോടും അസമാധാനത്തോടും കൂടെ ജീവിതം തള്ളി നീക്കുകയാണോ? എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതിയെന്ന് നിങ്ങൾ നിരാശയോട് പറയുന്നുണ്ടോ? എന്നാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അത് മാത്രമല്ല, പാപപരിഹാരത്തിന് മാർഗവും ദൈവം ഒരുക്കി. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നെന്നും ക്രൂശിക്കപ്പെട്ടെന്നും മരിച്ചെന്നും ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ അറിഞ്ഞത്. ലോക ചരിത്ര സത്യമാണ്. ഈ വർഷം വിളിച്ചു പറയുന്നത് 2024 ഒക്ടോബർ മാസം ഈ ഇന്ന് 23 എന്ന് പറയുന്ന ദിവസം തന്നെ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നതിന്റെ തെളിവാണ്. ക്രിസ്തു വർഷമാണിത്. യേശു കർത്താവിന്റെ വർഷത്തെ കുറിച്ച് പറയുകയാണ്. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് ക്രൂശിക്കപ്പെട്ടു. ആ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സൗജന്യമായി ഈ രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് കിട്ടും. നിത്യജീവനെ അവകാശമാക്കാൻ കഴിയും. നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവിന് നിത്യ ജീവൻ സൗജന്യമായി ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗം ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം സ്വീകരിക്കാൻ ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ യേശു കർത്താവിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് പാപപരിഹാരത്തിന് മാർഗമൊരുക്കി. ആ രക്ഷയിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. ബൈബിളിലെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 10-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. യേശുവിനെ ജീവിതത്തിൽ ഇതുവരെയും കർത്താവും ദൈവമായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ ഇത് ദൈവത്തിന്റെ സന്ദേശമാണ്. നാളെ നമ്മൾ ഇവിടെ ജീവിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ നമ്മുടെ മരണത്തിന് മുൻപായി, നമ്മൾ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നതിന് മുൻപായി ഈ സന്ദേശം നിങ്ങൾ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നും ഞങ്ങൾ നോക്കുന്നില്ല.
എന്നാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് ആ നിത്യജീവൻ പ്രാപിക്കുവാൻ തടസ്സമായിരിക്കുന്നത് പാപമാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ രക്തത്തിലാണ് പാപം കുടികൊള്ളുന്നത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് തന്റെ ജീവനെ തന്നു. യേശുവിന് രക്തമൂറ്റപ്പെട്ടു. യേശു രക്തം വാർന്നാണ് മരിച്ചത്. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് സൗജന്യമായി നിങ്ങൾക്ക് നിത്യജീവനെ പ്രാപിക്കാം എന്നുള്ളതാണ് ദൈവത്തിന്റെ ദാനം സ്വീകരിക്കുവാനുള്ള ഒരു വ്യവസ്ഥ. ഒരുപക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവാം, സ്വീകരിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാനൊരു പ്രാർത്ഥനാവാചകം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ലായിരിക്കാം, എന്നാൽ ദൈവം നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ വീടിനകത്ത് നിന്ന് നിങ്ങൾ ഇരിക്കുന്ന ദൈവം നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ ദൈവം അറിയുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ ദൈവം അറിയുന്നു. യേശുവിനെ സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന ഈ പ്രാർത്ഥനാവാചകം ഏറ്റു പറയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിത്യജീവൻ അവകാശിയായി തീരും. സൗജന്യമായി. നിങ്ങൾ പേര് മാറണ്ട, മതം മാറണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവേ, അങ്ങ് ഈ ലോകത്തിൽ വന്ന് മരിച്ചത് എന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ, ഈ രക്ഷ നിങ്ങൾക്ക് സൗജന്യമായി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തിൽ മരണം വഴിയാ മാറ്റപ്പെടുമ്പോൾ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. അതിന് ആ പ്രാർത്ഥനാവാചകം ഞാൻ സാവകാശത്തിലൊന്ന് പറയാം. എന്നോട് ചേർന്ന് നിങ്ങളുടെ മനസ്സിൽ പറയുക. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല, ദൈവം നിങ്ങളെ കാണുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഇപ്രകാരമാണ് ആ പ്രാർത്ഥന. ദൈവമായ കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ശാപദോഷങ്ങളും എന്നോട് ക്ഷമിക്കണമേ. യേശുവിന് ഞാൻ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. യേശുവേ, നീ എന്നിൽ വസിക്കണമേ. ഇനിയുള്ള നാളുകൾ അങ്ങയ്ക്കായി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഞങ്ങളെ കേട്ട എല്ലാവർക്കും കർത്താവിൽ വന്ദനം പറയുകയാണ്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ അഷൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നമ്മൾ ഈ ശബ്ദം കേട്ട ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദേശത്ത് ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. ദൈവവചനം കേട്ട ജീവിതങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.